കാരണം ഈ റാണി കണ്ട സമയം മുതൽ എന്റെ മനസ്സിനകത്ത് ഒരു ആവേശം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് റാണിയെ എന്ത് വിളിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അത്രയ്ക്ക് എന്റെ ചങ്കില് ആ ഫോട്ടോ കണ്ടതിന് ശേഷം എന്റെ ചങ്കില് കയറി പതിഞ്ഞു പോയി. റാണി, എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനെ പ്ലക്ക് എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതലായി ഘടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അതായത് നമ്മുടെ ഫാമിലി വ്ളോഗേഴ്സിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ പോയി അതിവിദഗ്ധമായ നോവലുകളും പ്രബന്ധവും ചില അശ്ലീല മാഗസിനുകൾ പോലും നാണം കൊണ്ട് ഓടിപ്പോകുന്ന തരത്തിലുള്ള കമൻറ്റുകൾ എഴുതുന്ന ദീപ്തി അക്ക എന്ന് പറയുന്ന ചേച്ചിയെ VR in Love കുടുംബം പോയി എക്സ്പോസ് ചെയ്തൊരു സാധനം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ചെയ്തതിൻ്റെ താഴെ ഒരുപാട് പേര് ഈ VR in Love അത്ര അടിപൊളിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രോ, എനിക്കും അവരെ വ്യക്തിപരമായിട്ട് താല്പര്യമൊന്നുമില്ല, പക്ഷേ അവർ ആ ചെയ്തൊരു പ്രവൃത്തി എനിക്ക് ഇഷ്ടപ്പെട്ടു. വീട്ടിൽ പോയി മോളെ ഒന്നും കാണിച്ചതല്ല, ആ ആളെ നേരിട്ട് പോയി കണ്ടുപിടിച്ച സാധനം. ഇപ്പോൾ ആണ്ട് കിടക്കുന്ന നമ്മുടെ ദീപ്തിയൊക്കെ പുതിയൊരു കാമുകൻ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. ഞാൻ ദീപ്തിയൊക്കെ ആരാന്നറിയാത്തവർക്ക് ഇവിടെ കൊടുക്കാം. പ്രശ്നം ഇതാണ്, പുള്ളിക്കാരി ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വ്ളോഗിലെല്ലാം പോയിട്ട് ഈ അശ്ലീല മാഗസിനുകൾ നാണിച്ച് തലകുനിക്കുന്ന തരത്തിലുള്ള കഥകൾ പടച്ചു വിടാനുള്ളൊരു കഴിവ് ആ ചേച്ചിക്കുണ്ട്. ആ ചേച്ചി അങ്ങനത്തെ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ ചെയ്യും. ആ ചേച്ചിയുടെ വീഡിയോ റിയാക്ട് ചെയ്തതിന് ഗോപ്രോ മച്ചൻ, അതുൽ വ്ളോഗ്സ് പോലുള്ള ആളുകളുടെ കമൻറ്റ് ബോക്സിലും പോയിട്ട് വളരെ ഭയാനകമായിട്ടുള്ള കമൻറ്റുകളൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. ആണ്ട്രാ, അപ്പോൾ ചേച്ചിയുടെ കാമുകൻ പുറത്തു വന്നിരിക്കുന്നു. നമുക്ക് കാമുകനിലേക്ക് പോകാം. അതിനു മുമ്പേ നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഈ വരുന്ന മാസം നമ്മുടെ ഫസ്റ്റ് റവന്യൂ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ നിങ്ങളിലേക്കും കൂടെ അതിൽ നിന്നും ഒരു സമ്മാനം എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പറ്റുന്നവരെല്ലാം ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസിൽ നമ്മൾ പറയും എന്താണ് ഇതിൻ്റെ അപ്ഡേറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാമുകൻ ചേട്ടൻ്റെ വീഡിയോ കണ്ടു തുടങ്ങാം. എൻ്റെ വീഡിയോ കാണുന്നവരും അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും എൻ്റെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരണം. ചേട്ടാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ്, ചേട്ടൻ്റെ വീഡിയോ കണ്ടിരിക്കുന്നു, ചേട്ടനെ സഹായിക്കാൻ ഞാൻ പൂർണ്ണ മനസ്സോടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഒരു യൂട്യൂബറായ ദീപ്തി ടീച്ചർ നമ്മുടെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു വ്യക്തിയാണ് റാണി പി സദാശിവം. അപ്പോ ഈ റാണി പി സദാശിവം എന്ന് പറഞ്ഞാൽ ഈ സദാശിവൻ അച്ഛനാണോ ഭർത്താവാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അതിനിവിടെ യാതൊരു പ്രസക്തിയില്ല. ചേട്ടൻ നേരെ വിഷയത്തിലേക്ക് വാ. വിഷയത്തിൽ നിന്നും തെന്നി മാറാതെ ചേട്ടാ. എങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിക്കാം. ഈ ദീപ്തി ടീച്ചർ ഇവരുടെ ആ ഫോട്ടോ ഒക്കെ പുറത്തു വിട്ടതിന് ശേഷം എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം നിങ്ങളോട് പറയാം. ഈ അവരുടെ ഒരു അസുഖം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വീഡിയോയുടെ അടിയിൽ ചെന്ന് വളരെ മോശമായ രീതിയിൽ കമന്റ് ചെയ്യുക, അതിൽ തൃപ്തി അടയുക. ഒരാളെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടെന്ന് അത് പറഞ്ഞറിയിക്കാൻ കഴിയല്ല. അങ്ങനെ സന്തോഷം കണ്ടെത്തുന്ന ഒരു ഐറ്റമാണ് റാണി. ഇപ്പോ അവരുടെ വീട്ടിൽ ഒരു യൂട്യൂബർ പോയി അവിടുത്തെ കണ്ട് സംസാരിച്ചു. പിന്നെ അവർക്കൊരു മകളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോ അവരുടെ വീട് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴോ അത് അറിയാന്നുള്ളവർ എനിക്ക് വ്യക്തമായിട്ടൊന്ന് അഡ്രസ്സ് പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. ചേട്ടാ VR in Love ആ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അഡ്രസ്സ് കിട്ടും. അത് നമ്മുടെ അടൂർ ഭാഗത്ത് എവിടേക്കാണെന്നാണ് അവരുടെ വീഡിയോയിൽ പറയുന്നതായിട്ട് കേട്ടത്. അവർ തിരക്കി കഴിഞ്ഞാൽ കറക്റ്റ് വീടിൻ്റെ അഡ്രസ്സും കിട്ടും. ആ ചേച്ചി ജോലി ചെയ്യുന്നിടത്ത് ഇപ്പോഴും നിലവിൽ ജോലി ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സും കിട്ടും. അപ്പോൾ അങ്ങനെ തൃപ്തി അടയുന്ന ഒരു വ്യക്തിയാണ് റാണി. അപ്പോ അതിനുശേഷവും ഈ യൂട്യൂബർ അവിടെ പോയി സംസാരിച്ചതിന് ശേഷവും ഇവരുടെ അസുഖത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ഈ സകലമായ യൂട്യൂബർമാരും എല്ലാം എടുത്തിട്ട് അലക്കി വെളുപ്പിച്ചിട്ടും അവർക്ക് ഒരു നാണോ മാനോ കൂസലും ഇല്ല. അപ്പൊ വീണ്ടും അവർ ആ അസുഖവുമായിട്ട് ഈ മറ്റുള്ളവരുടെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഇടുക എന്ന് പറയുമ്പോൾ ആ ഒരു അസുഖം മാറിയിട്ടില്ല, വീണ്ടും ഒരു അസുഖം തുടങ്ങി. ഈ ചേട്ടാ ഹെൽപ്പ് എന്തോന്ന് പറയുന്നില്ലല്ലോ. ചേട്ടാ ഹെൽപ്പ് പറ. ചേട്ടാ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ തുനിഞ്ഞിറങ്ങിയിരിക്കുമ്പോൾ ചേട്ടാ ഹെൽപ്പ് പറയുന്നില്ല. ഞാൻ വലിയൊരു നന്ദി പറയുകയാണ് നമ്മുടെ ഈ ടീച്ചറുണ്ട്. കാരണം ഈ റാണി കണ്ട സമയം മുതൽ എന്റെ മനസ്സിനകത്ത് ഒരു ആവേശം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് റാണിയെ എന്ത് വിളിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അത്രയ്ക്ക് എന്റെ ചങ്കില് ആ ഫോട്ടോ കണ്ടതിന് ശേഷം എന്റെ ചങ്കില് കയറി പതിഞ്ഞു പോയി. ഇപ്പൊ എനിക്ക് ഭാര്യ മക്കളൊന്നുമില്ല, വേറെ ബാധ്യതകളൊന്നുമില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയണം. എനിക്ക് ഈ റാണിയെ എന്റെ മനസ്സിൽ റാണി മുത്തേ ഇത് എന്തൊക്കെയാടാ ഈ കേരളത്തിൽ നടക്കുന്നത്? ഈ ചേട്ടന് ഇത് എന്ത് പറ്റി?
ചേട്ടാ നല്ലതാ, നന്നായി വരണം കേട്ടോ, നന്നായി വരണം, ചേട്ടൻ വിജയിക്കും. എനിക്ക് അങ്ങനെ വിളിക്കാനാണ് താല്പര്യം. റാണി, എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. അതായത് പശുവിന്റെ കടിയും തീരും, കാക്കയുടെ വയറും നിറയും. പശുവിൻ്റെ കടിയും തീരും, കാക്കയുടെ വയറും തീരും. ഇതിലാരാണ് പശു? ആരാണ്? അല്ല, എന്താണ് കടി? എന്താണ് ഇത്? വല്ലാത്ത കടിയായി പോയും ചേട്ടാ. അവരുടെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്ക് ജീവിച്ച് കൊതി തീർന്നോ? നിങ്ങൾക്ക് മടുത്തോ? ജീവിതം അത്രയ്ക്കധികം നിങ്ങൾ വെറുത്തോ? എൻ്റെ പൊന്നു ചേട്ടാ, അവരുണ്ടാക്കുന്ന കഥകൾ ചേട്ടൻ വായിച്ചിട്ടില്ലേ? എന്നിട്ടാണ് ചേട്ടൻ ഇങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത്? ചേട്ടൻ ബാക്കി പറ. നിന്റെ ചിലപ്പോ അസുഖത്തിനുള്ള ഒരു ചെറിയൊരു പരിഹാരം കണ്ടാൽ അങ്ങനെ ഇരിക്കും. ചേട്ടൻ്റെ വീഡിയോ അവർ കാണാൻ ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവർ ചേട്ടൻ്റെ വീഡിയോയിൽ വരും. അതിനുശേഷം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടിയും വയറും ഒക്കെ തീർക്ക്. ബാക്കി കേൾക്കാം, ബാക്കി പറ ചേട്ടൻ. ആ ദീപ്തി ടീച്ചർ പരിചയപ്പെടുത്തി തന്ന സമയം മുതൽ എനിക്ക് മനസ്സിൽ കയറിയ ഒരു വികാരമാണ് ആ ഫോട്ടോ കണ്ടപ്പോ. എന്റെ പൊന്നു, ആ ഗ്ലാമറും ആ ശരീരം. പിന്നെ എൻ്റെ പൊന്നു ചേട്ടാ, ചേട്ടനടുത്ത് ബോച്ചയായൻ ഇറങ്ങി തിരിച്ചേക്ക് വേണോ? ഈ സ്ത്രീകളുടെ ശരീരത്തിനെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വർണ്ണന നടത്തി കഴിഞ്ഞാൽ ചേട്ടൻ അകത്ത് കിടക്കാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. സോ ചേട്ടൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു. ചേട്ടൻ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. നല്ലതാണ്, വളരെ നല്ലതാണ്. ചേട്ടൻ ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ ചേട്ടന് പാമ്പായിട്ട് തിരിച്ചു കൊത്താനുള്ള സാധ്യതകളെല്ലാം ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പരാമർശങ്ങൾ മാക്സിമം ഒഴിവാക്കായിരുന്നു. കാരണം അത്തരത്തിലുള്ള പരാമർശങ്ങൾ ചേട്ടൻ നടത്തുമ്പോൾ ചേട്ടൻ അവരുടെ ഒരു ലൈനിലേക്ക് തന്നെ കയറിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മാന്യത ഉണ്ടല്ലോ ചേട്ടൻ നമുക്കൊക്കെ ഒരു മാന്യത ഉണ്ടല്ലോ. ആ മാന്യത കീപ്പ് ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കണം. അവർക്ക് വെളിവില്ലെന്ന് പറയും, നമ്മളതേപോലെ പെരുമാറുന്നത് ശരിയല്ല. അപ്പോൾ ചേട്ടൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഇത് ചേട്ടൻ അകത്ത് കിടക്കാനുള്ളൊരു സാധ്യത ഇതിനകത്തുണ്ട്. ബോച്ചയൊക്കെ കിടന്ന് പൊന്നി ചേട്ടൻ ഞാൻ പറയണ്ടല്ലോ. വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് ഇച്ചിരി പ്രായമൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഈ ഓഞ്ഞി എല്ലതുമായിട്ട് ഇല്ലെന്ന് കണക്കാക്കട്ടെ. നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കും. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിലും ഒരു ദ്വയാർത്ഥമില്ലേ? എന്തൊക്കെ എവിടൊക്കെ ഒരു തകരാറില്ലേ ചേട്ടാ? ഈ മെലിഞ്ഞതിലും തടിച്ചതിലും ഒന്നും ഒരു കാര്യം. ഞാൻ ഇനിയും കയറുന്നില്ല, ബാക്കി കേൾക്കാം. പിന്നെ ഈ വയസ്സാകാലത്ത് എനിക്ക് ഇച്ചിരി മുറുക്കടിച്ച് തരാൻ ഒരാൾ വേണം. എന്റെ റാണി കുത്തി കുടഞ്ഞ് വരികയാണെങ്കിൽ ഞാൻ മോളെ കാര്യം കുഴപ്പമില്ല. ഞാൻ എന്റെ പൊന്നുപോലെ എന്റെ മോളെ പോലെ സ്നേഹിച്ച് അവിടെ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഹാപ്പി ആയിട്ട് കഴിയാം. ചേട്ടൻ കുടുംബസ്ഥനാകാനുള്ള പ്ലാൻ തന്നെ കേട്ടോ, വേറെ ദുരുദ്ദേശമൊന്നുമല്ല. ബാക്കി കേൾക്കാം. നമുക്ക് വൈകിട്ടാകുമ്പോൾ ഇച്ചിരി കട്ടൻ ചായ കെട്ടി കുടിച്ച് കപ്പൻ കേക്ക് കുടിച്ച് പിന്നെ എനിക്ക് ഇച്ചിരി മുറുക്കാനൊക്കെ ഇടിച്ചു തന്ന് നമുക്ക് വയസ്സാകാലത്ത് കല്ലവിച്ച് ഇങ്ങനെ പോകാം. താല്പര്യം ഉണ്ടോ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് സുഹൃത്തുക്കളെ. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും മാക്സിമം നമ്മുടെ റാണി, എല്ലാവരും റാണി അക്ക എന്നൊക്കെയാണ് വിളിക്കുന്നത്. എനിക്ക് അങ്ങനെ വിളിക്കാൻ താല്പര്യം. എന്റെ റാണി മാക്സിമം ഈ വീഡിയോ ഒന്ന് എത്തിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. കാരണം നല്ല പൊളിച്ച തെറി കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇവക്ക് എന്ന് പറഞ്ഞാൽ ഉളുപ്പില്ലാത്തൊരു വർഗ്ഗമാണ്. ഈ ചേട്ടൻ ഇവരെ അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ചേട്ടൻ്റെ പുതിയൊരു സെൻസ് ഓഫ് ഹ്യൂമറിലൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടാ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ബാക്കിയുള്ളവരെല്ലാവരും ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ളൊരു അപ്രോച്ചാണ് ചേട്ടൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഉപയോഗിച്ച് ചില വാക്കുകളൊന്നും മാറ്റായിരുന്നു. അത് ചേട്ടൻ തന്നെ തിരിച്ച് പാമ്പായിട്ട് കൊത്താനുള്ള സാധ്യതകളുണ്ട്. ചേട്ടൻ അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ട്, ചേട്ടൻ്റെ വീഡിയോസൊക്കെ കൊള്ളാം. അതിനകത്ത് ചേട്ടൻ അത്യാവശ്യം വൈറലായ വീഡിയോ തന്നെയാണിത്. അത് ചേട്ടൻ്റെ വിജയം തന്നെയാണ്. ചേട്ടൻ അത് തന്നെയല്ലേ ഉദ്ദേശിച്ചത്. ഓക്കെ, അതിൻ്റെ ചേട്ടൻ്റെ ഒരു വിജയമാണ്, കൊള്ളാം. നമുക്ക് ബാക്കി കേൾക്കാം. പക്ഷേ ബാക്കി കേൾക്കാം. നിന്റെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കി അത് ഞാൻ പരിഹരിച്ചു തരാം. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും, അതുകൊണ്ട് നോ പ്രോബ്ലം. നിന്റെ ആ ബോഡിയും ശരീരവും ഒക്കെ കണ്ടപ്പോ എനിക്ക് അങ്ങോട്ട് എന്താ പറയുന്നത്? ചേട്ടാ അങ്ങനൊന്നും പറയരുത് ചേട്ടാ, അങ്ങനൊന്നും പറയാൻ പാടില്ല. നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും ഞാൻ എന്ത് പറയാനാ? ചേട്ടൻ ബാക്കി പറ. ആ ഒരു വികാരം എനിക്ക് മുട്ടിയിരിക്കുക. അതുകൊണ്ട് റാണി മുത്തേ ചക്കരെ ഒന്ന് എന്നെ കേട്ടാമോ? ഈ ഇച്ചിരി വണ്ണമില്ലാതൊന്നും നോക്കണ്ട, കുഴപ്പമില്ലെന്നേ. അതൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും, കുഴപ്പമൊന്നുമില്ല. നിന്റെ അസുഖത്തിനുള്ള ചികിത്സയൊക്കെ എന്റെ കയ്യിലുണ്ട്, മാറ്റി തരാം. നല്ലതാ, ചേട്ടൻ മാറ്റിക്കൊടുക്കാന്ന് പറയുന്നത്. നമ്മുടെ റാണി ചേച്ചി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചേട്ടനൊന്ന് പരിഗണിക്കേണ്ടതാണ്. എൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോട് ചേട്ടൻ ചോദിച്ച സഹായമാണ്, എൻ്റെ പ്രത്യേക അഭ്യർത്ഥനയാണിത്. ബാക്കി കേൾക്കാം കേട്ടോ. നിന്റെ അസുഖത്തിനുള്ള പരിഹാരം സുരേന്ദ്രൻ കണ്ടിരാം. അല്ലാതെ ഇവരൊക്കെ ചെറുപ്പക്കാരാന്നേ, അവർക്കൊന്നും പറ്റത്തില്ല. അതെന്നെ ടോക്കാ ചേട്ടാ. അത് ചെറുപ്പക്കാർക്ക് എന്തിനാണ് ഒരു കുഴപ്പം? എന്തിനാണ് ചേട്ടൻ യുവതലമുറയെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ചത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചേട്ടനെ സഹായിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് നമ്മളെല്ലാം ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. ചേട്ടൻ്റെ ചുറുചുറുപ്പിനെ ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ അഭിനന്ദിക്കുന്നു. വെൽ ഡൺ മൈ ഡിയർ ബോയ്. ബാക്കി കേൾക്കാം. അവരൊന്നും വിചാരിച്ചാലൊന്നും നിന്റെ അസുഖം മാറത്തില്ല.
അപ്പൊ ഇവരൊക്കെ മാന്യമായിട്ട് നിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടൊന്നും നല്ല അസുഖം മാറത്തില്ല. അതായത് യുവതലമുറ മാന്യമായിട്ട് വീട്ടിൽ വന്നിട്ട് മാറിയില്ലെന്ന്. ചേട്ടൻ യുവാക്കളെയാണോ അപമാനിക്കുന്നത് അതോ പ്രായവയരാണോ അപമാനിക്കുന്നത്? സത്യത്തിൽ ചേട്ടൻ എന്താ ചെയ്യുന്നത് എന്താണ്? പിന്നെ നമ്മളിപ്പോ എന്റെ കൈക്ക് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഒരു ഒറ്റമൂലി പ്രയോഗമുണ്ട്, അത് ഞാൻ സാധിച്ചു തരാന്ന്. നമ്മൾ ഈ തിരുവനന്തപുരത്ത് കുടപ്പന എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നല്ല ഈ കാളകളുണ്ടല്ലോ, കാളകൾ തമ്മിൽ നല്ല ഇനത്തിലുള്ള കാളകളൊക്കെ ഇങ്ങോട്ട് കൊണ്ട് നിർത്തിയാൽ മതി, നിന്റെ അസുഖം അവിടെ മാറ്റിത്തരും. ഇപ്പൊ ഞാൻ വയസ്സായി പോയി ചിലപ്പോ ശരിയായില്ല. അതിനൊക്കെ ഉള്ള മരുന്നൊന്നും നമ്മളെ നാട്ടിലുണ്ടല്ലോ, എല്ലാവിധ മരുന്നുകളും ഉണ്ട്. എൻ്റെ പൊന്നു ചേട്ടാ, എന്തൊക്കെയാ ചേട്ടാ പറയുന്നേ? എന്തെങ്കിലും ആട്ടെ, ചേട്ടൻ നന്നായി വരട്ടെ. ചേട്ടൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിക്കാനായിട്ട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എനിക്കിതിനകത്ത് യാതൊരു തരം അഭിപ്രായമില്ല. ഇത് കാണുന്ന ജനങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് തരുമോ? ബൈ.